കഴിഞ്ഞ ദിവസം നമ്മുടെ LDF എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു യോഗം ചേർന്നിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇന്നിപ്പോൾ പത്രങ്ങളിലൊക്കെ അതിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു LDFിൻ്റെ കൺവീനർ, അതായത് EP ജയരാജനെ മാറ്റി TP രാമകൃഷ്ണൻ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ യോഗമായിരുന്നു. ഈ യോഗത്തെക്കുറിച്ച് വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ. ആ മാധ്യമങ്ങളുടെ അത് കഴിഞ്ഞതിന് ശേഷം വന്ന റിപ്പോർട്ടെന്ന് പറയുന്നത് CPIയും NCPയും അതുപോലെ RJDയും അടക്കമുള്ള കക്ഷികളൊക്കെ CPMനോട് ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തി എന്നുള്ളതാണ് പുറത്തേക്ക് വന്ന വാർത്ത. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പാർട്ടികളൊക്കെ ഏതാണ്ട് ആദർശതയുടെ മുഖമാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്ന രീതിയിലാണ് വാർത്തപ്പെട്ടത്. അത്തരത്തിലുള്ളൊരു മുഖം മിനുക്കൽ പരിപാടിയായിട്ടാണ് ഇത് പുറത്തേക്ക് വന്നത്. ഇത് തുടക്കമിടാൻ കാരണം RJDയുടെ വർഗീസ് ജോർജ് എന്ന് പറയുന്ന അദ്ദേഹം പുറത്തു വന്നിട്ട് ഈ പറയുന്ന ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അതൊന്ന് വിശകലനം ചെയ്യാൻ നമ്മളിവിടെ അതിലെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾ CPI ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ NCP ആണെങ്കിലും മറ്റു പാർട്ടികളൊക്കെ അറിയേണ്ടത്, ഈ പറയുന്ന പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന പാർട്ടികളെല്ലാം അങ്ങോട്ട് ഇല്ലാതായിപ്പോയി. സത്യത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടതാകെ CPM മാത്രമാണ്. CPMന് ഇപ്പോൾ 5%, ഏതാണ്ട് 4.5% വോട്ടായിട്ടുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി പോയി എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും 4% വോട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വെന്റിലേറ്ററിലെങ്കിലും ശ്വസിക്കുന്നുണ്ട് പാർട്ടി എന്ന് ചുരുക്കം. പക്ഷേ ഈ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും വളരെ മോശം ഭരണം കാഴ്ചവെക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് ഘടകകക്ഷികളാണ്. അവിടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലാർജസ്റ്റ് പാർട്ടിയായിരുന്നു ഇവിടുത്തെ CPI പോലെ ഫോർവേഡ് ബ്ലോക്ക്. അതില്ലാതായിപ്പോയി. അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടികളൊക്കെ അങ്ങോട്ട് ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് ഇവിടുത്തെ സഖ്യകക്ഷികളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം RJDയുടെ വർഗീസ് ജോർജ് അവിടെ ഒരു എതിരഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നത് വാസ്തവമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഈ കഴിഞ്ഞ തവണ തന്നെ നമ്മുടെ ജോസ് കെ മാണിയെയും അതുപോലെ തന്നെ CPIയുടെ ഒരാളെയും സുനീറിനെയും MP മാരായി കൊടുക്കുമ്പോഴും അതിന് മുൻപ് LDFിൽ തീരുമാനങ്ങളൊന്നും എടുക്കില്ലെന്നില്ല, അതും കൂടിയാലോചനകൾ നടക്കില്ലെന്നുമൊക്കെ RJDയുടെ നേതാവായിട്ടുള്ള ശ്രേയാംസ് കുമാർ തന്നെ ഒന്ന് പുറത്തു പറഞ്ഞിരുന്നു. ശ്രേയാംസ് കുമാർ അന്ന് പറഞ്ഞൊരു കാര്യം, 2022 ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു രാജ്യസഭാ സീറ്റ് ഞങ്ങൾ CPIക്ക് വിട്ടുതരികയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് CPI അത്തരത്തിലുള്ളൊരു സീറ്റ് വിട്ടുതരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും കേൾക്കാൻ ആരും തയ്യാറായില്ല. അതുകൊണ്ട് അവർ RJD എന്ന് പറയുന്ന അവരുടെ KP മോഹനൻ എന്ന് പറയുന്ന മിനിസ്റ്റർ MLAക്ക് തന്നെ ഇതുവരെ ഒരു മിനിസ്റ്റർഷിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ കുറച്ച് ഇടംതിരിച്ചില്ലാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല ദത്താത്രേയ ഹൊസപിള്ള എന്ന് പറയുന്ന RSS നേതാവും റാം മാധവും ADGPയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ച് ഒരു അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യേണ്ട ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ CPM ഒക്കെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് പോലും CPMന് തോന്നിയിട്ടില്ലെന്ന് ചുരുക്കം. മനസ്സിലായോ? പക്ഷെ അവിടെയാണ് വർഗീസ് ജോർജ് സത്യസന്ധമായി അദ്ദേഹം അവിടെ ഒരു പ്രശ്നം ഉയർത്തി എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, അതുകൊണ്ട് അതിവിടെ ചർച്ച ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യമുന്നയിച്ചു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ഇതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടുള്ള VKI സെൻറ്ററിൽ പോയി CPM നേതാക്കളുമായിട്ടൊക്കെ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ള ബിനോയ് വിശ്വം ഇത് പറഞ്ഞപ്പോൾ ഇനി പുറത്തേക്ക് ഈ വാർത്ത എത്തും എന്നറിയാവുന്നതുകൊണ്ട് വെറുതെ അദ്ദേഹവും ഈ പറയുന്ന ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഈ പറയുന്ന നടപടിയെടുക്കണം, അതായത് MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, എൻ്റെ തീരുമാനത്തിൽ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിപരമായ അങ്ങയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്, യാതൊരു വിശ്വാസക്കുറവുമില്ല, പക്ഷേ ADGPക്കെതിരെ നടപടിയെടുക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് NCPയുടെ നേതാവായിട്ടുള്ള നമ്മുടെ PC ചാക്കോ പിന്നെ വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മറ്റേ കാട് ഫോറസ്റ്റിൻ്റെ മന്ത്രിയായിട്ടുള്ള ശശീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് PC ചാക്കോ. അപ്പോൾ NCPയുടെ PC ചാക്കോ പറഞ്ഞു ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, അതുപോലെ പൂരം കലക്കിയതും ഗൗരവമുള്ള വിഷയമാണെന്ന് തോന്നുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ചതും PC ചാക്കോടൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതും അത് ഈ കാര്യം കൂടി, അതായത് ദത്താത്രേയ ഹൊസപിള്ളയെയും റാം മാധവിനെയും ഒക്കെ ADGP ആയിട്ടുള്ള MR അജിത് കുമാർ കണ്ടത് കൂടി പോലീസ് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിലുള്ള വിചിത്രമായ കാര്യം എന്താണെന്നറിയോ? ഒന്ന്, RSS നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല, അവരെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പോലീസിനെ അന്വേഷിക്കാൻ കഴിയില്ല. ഇനി എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ADGP പറയാണ് എനിക്ക് സൗകര്യമില്ല നിങ്ങളോട് പറയാൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ സംഭവം, അതിനപ്പുറത്തേക്കൊന്നും കിടക്കില്ല. രണ്ടാമത്തത്, ബിനോയ് വിശ്വം ഇതെങ്ങനെ കേട്ടിരുന്നു എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമുള്ളത്. ബിനോയ് വിശ്വം എന്ന് പറയുന്ന ഒരാൾ കൃത്യമായി മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയണ്ടേ. ഇത് MR അജിത് കുമാർ ഒന്നുകിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് കണ്ടതെങ്കിൽ അത് ഞങ്ങളോട് LDF യോഗത്തിൽ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ
ഇത് മുഖ്യമന്ത്രി അറിയാതെയാണ് കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ഉന്നതമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ നയതീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട ലോ ആൻഡ് ഓർഡറിനെ പോലെ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാൾ ദത്താത്രേയ ഹോസബലയുമായി അതും ഗവൺമെൻറ് അറിയാതെ രാം മാധവുമായിട്ടൊക്കെ ഒരു കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും കുറഞ്ഞ പക്ഷം മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് പറയണ്ടേ ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, അന്വേഷണം പോലും നടത്താനില്ല. കാരണം എന്താണ്? ഇതിൽ അന്വേഷണം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ഇത് കേരളത്തിലെ CPM എടുക്കേണ്ട പൊളിറ്റിക്കലായ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഗോവിന്ദൻ മാഷിൻ്റെയും മുഖ്യമന്ത്രിയുടെയും TP രാമകൃഷ്ണൻ്റെയും മുഖത്ത് നോക്കി പറയാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം പോലും ബാക്കിയുള്ളവരെയൊക്കെ വിടാം, PC ചാക്കോനൊക്കെ നമുക്ക് വിടാം, അതിലൊന്നും വലിയ കഥയില്ല. പക്ഷേ ബിനോയ് വിശ്വത്തിനില്ലേ, എന്തൊരു അസംബന്ധമാണ് ബിനോയ് വിശ്വമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പറയാണ് നമുക്ക് പോലീസിനെ കൊണ്ട് ADGP ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ച് അന്വേഷിക്കാം. അദ്ദേഹം അൺലോഫുള്ളായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രവൃത്തിയും അതിനകത്ത് ചെയ്തിട്ടില്ല. ഇത് ഈ ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്താൻ തീരുമാനിക്കേണ്ടതും ഈ പറയുന്ന ഇപ്പം തങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയോട് ചേർന്ന് പോകുന്ന ഒരു കാര്യം ചെയ്യാതിരുന്നതിന് രാഷ്ട്രീയമായ നടപടിയാണ് ADGPക്കെതിരെ എടുക്കേണ്ടത് എന്ന് പറയാനുള്ള നാക്ക് നമ്മുടെ ബിനോയ് വിശ്വത്തിന് പൊങ്ങിയില്ല എന്ന് പറയുകയും എന്നിട്ട് പുറത്ത് വന്ന് ഇതൊക്കെ പത്രക്കാർക്കും മാധ്യമങ്ങൾക്കൊക്കെ ലീക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് മറ്റേ വർഗീസ് ജോർജ് പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് ഉന്തി എന്ന് പറയുകയും PC ചാക്കോയും സ്വന്തം ഇമേജ് ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് പറയുകയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ കൂടി മറ്റേ DGPയുടെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് പറയുന്ന പോഴൻ വർത്തമാനവും കേട്ട് തിരിച്ചു വരികയും അത് ഭയങ്കര വലിയ കാര്യമാക്കി. ഈ മറ്റേ LDFനകത്ത് എന്തോ ഭിന്നതയുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാർത്തയാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളോട് ഒന്നും പറയാനില്ല. നല്ല നമസ്കാരം. ഇത് മാത്രമേ ബിനോയ് വിശ്വത്തോടും നമ്മുടെ മാധ്യമങ്ങളോടും പറയാനുള്ളൂ.